ഗൈസ് വാട്സ്ആപ്പ്. അപ്പൊ നമ്മളുടെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യാമെന്ന് തോന്നി. ഈ വീഡിയോ ആക്ച്വലി നമ്മളുടെ മുമ്പത്തെ ചാനലിലും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അത് അധികം പേരിലേക്ക് എത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ഈ ഒരു ചാനൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇഫ് യു ആർ എ UAE റെസിഡന്റ്, ഇപ്പൊ നിങ്ങൾ UAE താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ UAE താമസിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഫാമിലിക്ക് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായാലും നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വേറെ ഏതെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ടാപ്പ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ നാട്ടിലേക്ക് പൈസ അയക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 10 dirhams കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരാളെ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 40 dirhams കിട്ടും പെർ റെഫറൽ. ഇതൊരു ടാപ്പിന്റെ ഒരു റെഫറൽ പ്രോഗ്രാം ആണ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ പഴയ ചാനലിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നാട്ടിലേക്ക് പൈസ അയക്കാനായിട്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷനുകളിലും നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ കുറച്ച് ഡിലേ വരാറുണ്ട്. ചില ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ഫീസ് വരാറുണ്ട്. ചില ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതേ റേറ്റ് തന്നെ കിട്ടാറില്ല. പക്ഷെ ടാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെഫറൽ പ്രോഗ്രാമും ഞാൻ ജസ്റ്റ് കൺവേ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു ടാപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ നാട്ടിലേക്ക് എത്തും. ഇപ്പൊ നമ്മൾ പല ആപ്ലിക്കേഷനുകളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 hours എടുക്കാറുണ്ട്, ചിലപ്പോൾ 7 hours എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു ആപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമേ ഇല്ല. ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് നാട്ടിൽ അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നു. ഈവൻ ദോ ഈ ഒരു ആപ്ലിക്കേഷന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ UPI വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് UPIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് UPI വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ സെർച്ച് ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ്റെ പേര് ടാപ്പ് സെൻഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സെർച്ച് റിസൾട്ട് ഫസ്റ്റ് തന്നെ കാണിക്കും. സോ ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം ഇൻസ്റ്റാൾ കൊടുക്കുമ്പം അത് കുറച്ച് നേരത്തിനുള്ളിൽ ഇൻസ്റ്റാൾ ആവും. സോ വെയിറ്റ് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ആവട്ടെ. സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്തതിന് ശേഷം വരിക. ഇതിൽ നമുക്ക് കാണാൻ പറ്റും AED to BDT എന്ന് കാണിക്കുന്നത്. ആ BDT മാറ്റിയിട്ട് നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആക്കാൻ പറ്റും. അത് നമ്മൾ സെൻഡ് ചെയ്യുന്ന കറൻസിയുടെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ UAE നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കണം. UAEയുടെ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ താഴെ ഉണ്ടാവും. സോ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോവും. നമ്മൾ ഫസ്റ്റ് നമ്മുടെ നമ്പർ ഓൾറെഡി അവിടെ 971 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ബാക്കി 5 തൊട്ടുള്ളത് അടിച്ചാൽ മതി. സോ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പം അടുത്തൊരു സ്ക്രീനിലേക്ക് പോകും. അടുത്തൊരു സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു OTP ആണ്, നമ്മുടെ ആ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പം അത് ആ OTP ഇവിടെ നമ്മൾ കൊടുക്കുക. ഇതിലിപ്പോൾ OTP ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആവും.
സോ ഓട്ടോമാറ്റിക്കലി OTP ഫെച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാനുള്ളൊരു കോളാണ്. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു കോളാണ്. അപ്പം ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അതിനുശേഷം പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യാനുള്ള ഒരു കോളം കൂടി ഉണ്ട്. സോ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. സോ ഇവിടെ ഞാനൊരു പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് വീണ്ടും കൺഫേം പാസ്വേഡ് നമ്മൾ കൊടുക്കണം. ഏകദേശം 12 ക്യാരക്ടർ ലോങ് ആയിട്ടുള്ള പാസ്വേഡാണ് അവർ ചോദിക്കുന്നത്. സോ അത്രയും കൊടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനവിടെ 12 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ടാപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുമ്പം അടുത്തത് വേറൊരു സ്ക്രീനിലേക്കാണ് പോവുക. സോ ഇവിടെ പാസ്വേഡ് എന്തോ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തൊരു സ്ക്രീനിലേക്കാണ് പോവുക. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ എനാബിൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണമെന്ന് ചോദിക്കും. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. അടുത്തത് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. സോ ആ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു വെരിഫിക്കേഷൻ പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഏത് കൺട്രി ആയിട്ടാണെന്ന് ചോദിക്കും. നമ്മുടെ ഇന്ത്യ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. സോ ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ ആണ്. അപ്പം ആ ഒരു ഇന്ത്യയുടെ സെലക്ട് ചെയ്യാനായിട്ട് താഴെ പോവുക, സ്ക്രോൾ ചെയ്തിട്ട്, എന്നിട്ട് ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പൈസ നമ്മൾ ആർക്കാണ് അയക്കുന്നത് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് സെൻഡിങ് ടു ഫാമിലി എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ജോബ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതിൽ ചൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നിട്ടാണ് ചൂസ് ചെയ്തേക്കണേ. അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പം ഇനി അടുത്തൊരു സ്ക്രീനിലേക്ക് പോകും. ഇവിടെ നമ്മുടെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പം ഇവിടെ എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മന്ത്ലി ഇതിൽ കൂടെ എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യും എന്നുള്ളതൊരു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എനിക്കിഷ്ടമുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ട്രാൻസ്ഫർ എങ്ങടാന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ത്യ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടൈപ്പ് ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ലെഫ്റ്റ് സൈഡിൽ AD ആയിട്ട് ടൈപ്പ് ചെയ്താൽ INR-ലേക്ക് ആക്കും. മുകളിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എമിറേറ്റ്സ് ID സ്കാൻ ചെയ്യാനായിട്ട് കാണിക്കും. പിന്നെ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ അയക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ഇൻ്റർഫേസ്. ഇങ്ങനെ ഒരു കോഡാണ് ഉണ്ടാവുക. എൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ 20 AD കൂടി കൂടുതൽ കിട്ടും. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രാൻസ്ഫർ എമൗണ്ട് അടിച്ചതിന് ശേഷം അവിടെ ആഡ് പ്രൊമോ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ കോഡ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അയക്കുന്നത്, 200 ആണ് അയക്കുന്നതെങ്കിൽ 220 നിങ്ങൾക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ ഇത്ര ഈസി ആയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാനുള്ളൂ. വേറെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്സ് ഒക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കോഡ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കോഡ് യൂസ് ചെയ്യാം. ഇപ്പം സ്ക്രീനിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളിപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈച്ച് റെഫറലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 AD വെച്ചിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ഡേറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എമൗണ്ട് ടാപ്പ് ഈ ഒരു എമൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഇടയ്ക്ക് ഇത് 45 ആവാറുണ്ട്, ചില സമയത്ത് ഇത് 20 ആവാറുണ്ട്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള എമൗണ്ട് അല്ല. അപ്പം നിങ്ങളിപ്പോ ഒരു 10 പേരെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഡേറ്റിലാണ് 10 പേരെ റെഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 400 dirhams കിട്ടും, ഒരാൾക്ക് 40 AD വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സപ്പോസ് 600 dirhams ആണ് നാട്ടിലേക്ക് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 600ന്റെ കൂടെ ഈ 400 ചേർത്ത് 1000 ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ സ്ക്രീൻ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിലുള്ള റേറ്റ് അല്ല ഇന്നത്തെ റേറ്റ്. ഇന്ന് ഏകദേശം 25.40 ആണ് റേറ്റ് വരുന്നത്. അപ്പം അതായിരിക്കും ഇന്നത്തെ റേറ്റ്. ഞാനിപ്പോ സ്ക്രീനിൽ കൊടുക്കാം ഇന്നത്തെ റേറ്റ്. അപ്പൊ നിങ്ങൾ പഴയ വീഡിയോയിലത്തെ റേറ്റ് കണ്ടിട്ട് പറയണവണ്ട. ഇതാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്നില്ല, ഇതാണ് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ ഈ ഒരു കോഡ് റെഫറൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് റെഫറൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.